ഒന്നാമത് ചിന്തിക്കേണ്ടത്, ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം ചിന്തിച്ചോളി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കാരുണ്യത്തിന് വിരുദ്ധമായ ഒരു പരാമർശം ഖുർആനിൽ നിന്ന് എനിക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ എന്നേക്കുമായി ഇസ്ലാം ഉപേക്ഷിക്കും. വിശുദ്ധ ഖുർആനിൽ നിന്ന് കാരുണ്യത്തിന് വിരുദ്ധമായ, മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഒരു വാചകം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാൽ ഈ പണി ഇവിടെ അവസാനിപ്പിക്കുന്ന പറയും. നല്ല ചങ്കുറപ്പോടുകൂടിയാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനുഷ്യത്വത്തിനെതിരായി, കാരുണ്യത്തിനെതിരായി ഒരു പരാമർശം കാണാൻ സാധ്യമല്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കുക, അങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികളിൽ എങ്ങനെ തീവ്രവാദികളുണ്ടായി, ഭീകരവാദികളുണ്ടായി? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണല്ലോ. എങ്ങനെ ഉണ്ടായി, എന്തുണ്ടായി? അത് ഞാൻ നിങ്ങൾക്ക് ആദ്യമായി ചില ചരിത്രങ്ങൾ വിശദീകരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന ചില ചരിത്രങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖുർആനിലെ ഒരു ആയത്തെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നല്ലോ. സൂറത്ത് ഖസസിലെ 28-ാം അധ്യായത്തിലെ 83-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾ ഓതിക്കേൽപ്പിച്ചത്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതറിയോ? അത് ഏത് സന്ദർഭത്തിലാ പറയുന്നതെന്നും കൂടെ മനസ്സിലാക്കിയാൽ വളരെ കൃത്യം. അതായത് ഖാറൂൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, നാട്ടിൽ കുഴപ്പമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന, അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണാധികാരി, കോടിക്കണക്കിന് ആസ്തിയും അധികാരവും, അധികാരത്തിന്റെ താക്കോലുകൾ, ഖജനാവുകളുടെ താക്കോലുകൾ ചുമക്കാൻ ഒട്ടകക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഭരണാധികാരി. ആ ഭരണാധികാരി ഭൂമുഖത്തുണ്ടാക്കിയ, ആ നാട്ടിലുണ്ടാക്കിയ കുഴപ്പങ്ങളും അഹങ്കാരങ്ങളും ദുരഭിമാനങ്ങളും അദ്ദേഹം ആ നാട്ടിൽ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളും ഒക്കെ വിലയിരുത്തിയെടുത്ത് അദ്ദേഹത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനത്തിൽ, ആ വചനം നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. അതിന് ഞാൻ തുടക്കത്തിൽ തന്നെ ആ വചനം ഉദ്ധരിക്കാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്നറിയോ? സ്ത്രീകളോടും കുട്ടികളോടും ചെറുപ്പക്കാരോടും എല്ലാവരോടും, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്ത് നമ്മൾ എന്താകണം, നമ്മൾ ആരാകണം എന്നത് ഗൗരവമായി പഠിക്കണം എന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താ പറയണേ? ചിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ നിങ്ങൾ? ചിൽക്കദ്ദാറുൽ ആഖിറതു, ആഖിറത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ പരലോകമുണ്ടല്ലോ, അത് ആർക്കുള്ളതാണ്? അതൊരു ചോദ്യം. ആർക്കുള്ളതാ പരലോകം? അള്ളാഹു പറയാണ്, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, ഭൂമിയിൽ കലാപുണ്ടാക്കാത്ത, ഭൂമിയിൽ അഹങ്കാരം നടിക്കാത്ത. വല്ലാത്തൊരു പറയും. നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടോ ആ ഖുർആന്റെ വചനം? അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്താ പറയുന്നത്? തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാത്ത, കലാപുണ്ടാക്കാത്ത, അക്രമുണ്ടാക്കാത്ത, അരാജകത്വം ഉണ്ടാക്കാത്ത, സമാധാനപ്രിയരായ ആളുകൾക്കുള്ളതാണോ സ്വർഗം? അല്ലാതെ സാധുക്കളായ മനുഷ്യന്മാർ കൂടുന്ന ബസ് സ്റ്റാൻഡിൽ ബോംബിടുന്ന ചെറ്റകൾക്കുള്ളതല്ല എന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ലോകത്ത് സമാധാനപ്രിയരായ മനുഷ്യർ ജീവിക്കുന്ന, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ ബോംബിടുന്ന മനുഷ്യപിശാചികൾക്കുള്ളതല്ല സ്വർഗം. പിന്നെ സ്വർഗം ആർക്കുള്ളതാ? അള്ളാന്റെ ഖുർആൻ പറയും സ്വർഗം ആർക്കുള്ളതാ? തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആർക്കുള്ളതാ സ്വർഗം? ആർക്കുള്ളതാ സ്വർഗം? സമാധാനപ്രിയരായ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത ആളുകൾക്കുള്ളതാണ് സ്വർഗം. അപ്പൊ സ്വർഗം ആർക്കുള്ളതാണ്? നിങ്ങൾക്കറിയാം, പാകിസ്ഥാനിൽ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോ കേരളത്തിലെ കേസരി എഴുതിയ ചില ലേഖനങ്ങൾ ഞാൻ വായിച്ചപ്പോ അതിലുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് കുട്ടികളെ കൊന്നാല് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കുട്ടികളെ കൊല്ലരുത് എന്ന് അടിസ്ഥാനപരമായി പഠിപ്പിച്ച ഒറ്റ മതേ ലോകത്തുള്ളൂ, ഇസ്ലാം. ഒരു മതവും വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചോ?
കുട്ടികളെ കൊല്ലരുത് എന്ന് അടിസ്ഥാനപരമായി ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഖുർആൻ. അത് ഭയങ്കരമായ ഒരു തത്വമാണ്. പ്രവാചക തിരുമേനി കുട്ടികളെ കൊല്ലരുത് എന്ന് താത്വികമായി ഗൗരവമായി ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ വളരെ ഗൗരവമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ഇസ്ലാമിന്റെ ഒരാശയ തലത്തിലെ ഇസ്ലാം എന്താണ്? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇസ്ലാം എന്തിനാണ് ലോകത്ത് വന്നത്? അത് വളരെ പ്രധാനമായി നമ്മളൊന്ന് ചിന്തിക്കുക. ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാം ലോകത്തോട് പറയുന്ന കാര്യം അത് ഞാൻ ആദ്യം ചുരുക്കി പറയണം. എന്നിട്ട് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള മതത്തിന് തീവ്രവാദം ഉണ്ടാവുമോ ഭീകരവാദം ഉണ്ടാവുമോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇസ്ലാം ലോകത്ത് കടന്നു വന്നപ്പോഴൊക്കെ ഇസ്ലാം ലോകത്തോട് ഒന്നാമതായി ആവശ്യപ്പെട്ട കാര്യം എന്താ? ഇവിടെ ക്രിസ്തു മതമുണ്ട്, ഹൈന്ദവ മതമുണ്ട്, ജൈന മതമുണ്ട്, ബുദ്ധമതമുണ്ട്, അതുപോലെ വേറെ പല മതങ്ങളും, സാബി മതങ്ങളുണ്ട്, പലതുമുണ്ട്, ജൂതന്മാരുണ്ട്, അങ്ങനെ പലതും. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഈ മതങ്ങളെല്ലാം ലോകത്ത് മനുഷ്യരോട് ഫസ്റ്റ് പറയുന്ന കാര്യം എന്താ? ഒന്നാമതായി പറയുന്ന കാര്യം എന്താ? ലോകത്തോട് അവർക്ക് ആ മതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ മൂല്യമായി പറയാനുള്ളത് എന്താ? അവിടെ ഇസ്ലാം മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു സ്വാമിജിക്ക് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു ഉൾക്കാഴ്ച ശരിക്കും ഉണ്ടാവണം എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഈ വെട്ടിത്തെളിച്ച് കീറി മുറിച്ച് ഓരോ സെപ്പറേറ്റ് പറയുന്നത് എന്തിനറിയോ? നന്നായിട്ടൊരു ഉൾക്കാഴ്ച. ഇതൊക്കെ ശരി, എല്ലാം തിരക്കേടില്ലാത്ത, എല്ലാത്തിലും നല്ലതുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. എല്ലാത്തിലും നല്ലതുണ്ട്, എല്ലാം നല്ലത് തന്നെ, കുഴപ്പമില്ല, എല്ലാം എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ ഞാൻ ആളല്ല. എനിക്ക് കഴിയില്ല. ഞാൻ പറയുന്നത് പടച്ചോൻ അവതരിപ്പിച്ച, സൂര്യനെ സൃഷ്ടിച്ച, കേട്ടോ എന്റെ വാചകങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, 7 ആകാശങ്ങളും 7 ഭൂമിയും സൃഷ്ടിച്ച, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, 715 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച നാഥൻ ഒരു മതം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് മതം. അതായത് സൂര്യനെ എന്തിനു വേണ്ടി മനുഷ്യന് സൃഷ്ടിച്ചു തന്നു? ഒന്ന് പരിശോധിച്ചോളൂ നിങ്ങൾ. സൂര്യനെ കൊണ്ടുള്ള ഉപകാരം എന്താ? ചന്ദ്രനെ കൊണ്ടുള്ള ഉപകാരം എന്താ? രാവും പകലും മാറി മാറി വരുമ്പോഴുള്ള ഗുണം എന്താ എന്ന് പരിശോധിക്കുക. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ആ നാഥൻ ഒരു മതം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ റിയാദിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, ഇപ്പൊ നോക്കിയ കമ്പനിയുടെ ഈ മൊബൈൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ, ഇതിനൊരു ചാർജർ ഉണ്ടാവും. നമ്മൾ ഈ മൊബൈൽ വാങ്ങിക്കുമ്പോ ഇതിനൊരു ചാർജർ ഉണ്ടാവും. സാംസങ്ങിന്റെ ചാർജർ ഉപയോഗിച്ചാൽ അത് ചാർജ് ആവൂലേ? ചാർജ് ആവും, സത്യല്ലേ? പക്ഷെ ഈ മൊബൈലിനോട് ചെയ്യുന്ന ഒരു അക്രമം, അത് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇത് ചാർജ് ആവുമല്ലേ എന്നുള്ളതല്ല വിഷയം. ചിലപ്പോ കള്ളുടിച്ചാൽ ദാഹം തീരും, പള്ളറിയുകയും ചെയ്യൂലേ? വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിച്ചാലും ആ പണി ഇവിടെ നടക്കും. പക്ഷെ ഒന്ന് ചെയ്യാൻ പാടുണ്ടോ ഒന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയം തന്നെയാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മൊബൈലിന്റെ ചാർജർ കൊണ്ട് ഇത് ചാർജ് ആക്കുക, ഓഫിലിട്ടിട്ട് ചാർജ് ആക്കുക. ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും ഓരോന്നിനും. ആ നിയമം നോക്കിയ കമ്പനി പറയും, ഇന്നെന്ന കാര്യം, ഇന്നെന്ന സംഗതി, അത് അതുപോലെ ചെയ്യുന്നതാണ് ഇതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഗുണവും. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോൻ മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നൊരു മാർഗദർശനം നൽകുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് ഏറ്റവും സ്വീകാര്യമാണ്. കാരണം എനിക്ക് എന്റെ പുറത്തിരിക്കുന്ന ഒരാളെ പറ്റി സമഗ്രമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ അയാളോട് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്ന് പറയുന്ന അയാളെ പറ്റി പഠിക്കാതെയാണ്. ഒരാണിനെ പറ്റി പെണ്ണിനെ പറ്റി അറിയാവുന്ന പടച്ചോൻ പെണ്ണുങ്ങൾ സഹോദരിമാരോട് ഇങ്ങനെ പറയാ, സഹോദരന്മാരോട് ഇങ്ങനെ പറയാ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയാ. ആ മാർഗദർശനം എന്താണോ ആ മാർഗദർശനം അവലംബിച്ച് മനുഷ്യർ ജീവിക്കുമ്പോ ലോകത്ത് സമാധാനം ഉണ്ടായിട്ടുണ്ട്, ലോകത്ത് ശാന്തി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ലളിതമായ ഒരു പോയിന്റ്, പെട്ടെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് പറയാം. ഇപ്പൊ കെജ്രിവാൾ മുഖ്യമന്ത്രിയായി നമ്മുടെ നാട് ഭരിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് കെജ്രിവാൾ ഭരിക്കുന്നുണ്ടല്ലോ. അതിൽ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകം എന്താ? ഉമർ ഭരിച്ച പോലെ ഭരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് കാർൽ മാർക്സ് ഭരിച്ച മാതിരിയാണ്, ലെനിൻ ഭരിച്ച മാതിരിയാണ്, ഹിറ്റ്ലർ ഭരിച്ച മാതിരിയാണെന്ന് ഒന്ന് എന്തേ മൂപ്പർ പറയാതിരുന്നത്? ഈസാ നബി ഭരിച്ച പോലെയാണ് എന്തേ മൂപ്പർ പറയാനും? ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭരിച്ച പോലെ ഞാൻ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നതിന് എന്തേ പറയാതിരുന്നത്? എന്താ ഉമറിന്റെ പേര് പറഞ്ഞ്? ഞാൻ ആലോചിച്ച പോയിന്റ് ഞങ്ങളോട് പറയുന്നത്, ലോകത്ത് എത്ര ഭരണാധികാരികൾ ഉണ്ടായിട്ടും ഉമർ ഭരിച്ച പോലെ ഭരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് കെജ്രിവാളും, ഉമർ ഭരിച്ച പോലുള്ള ഭരണം നല്ലെന്ന് മഹാത്മാഗാന്ധിയും പറയാൻ എന്തേ കാരണം? ഹരേ റാം എന്ന് പറഞ്ഞ് മരിച്ച് മഹാത്മാഗാന്ധി ഇഷ്ടപ്പെട്ട ഭരണം ഉമറിൻ്റെതാകാനുള്ള കാരണം എന്താ?
തലച്ചോറ് വർക്ക് ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്തേ കൂട്ടരെ അങ്ങനെ? അപ്പൊ ഉമർ ഒരു എക്സ്ട്രാ ഭരണം നടത്തിയ ആളായിരുന്നില്ലേ? ഇനി നിങ്ങളോട് വേറൊന്ന് ചോദിച്ചോട്ടെ, ഈ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു? ആ നാട്ടിലെ ദാദാ, കൊട്ടേഷൻ പാർട്ടി, അതിന്റെ ഡയറക്ടർ അല്ലേ, കീർമാണി മനോജ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരാള്. പച്ച മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, തമ്മനും ഷാജി എന്നൊക്കെ പറയുന്ന പോലെ ആ നാട്ടിലെ വലിയൊരു കൊട്ടേഷൻ പാർട്ടി, അതായിരുന്നു ഉമർ. ആ ഉമർ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരിയായതേ ഈ ഖുർആൻ കൊണ്ടാ. ആ നാട്ടിൽ യാചിച്ചൊരു ജൂതന് ഓന്റെ വീട്ടിലെ മാസാന്തം ഓന്റെ ചെലവിന് എത്തിച്ചു കൊടുത്ത നീതിമാനായത് ഉമർ ഈ ഇസ്ലാം കൊണ്ടാ. ആ ഇസ്ലാമാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്ന് ഗജരിവാൾ ആഗ്രഹിച്ചത് പഠിച്ചു പറഞ്ഞ വർത്താന. ആ ഇസ്ലാം ഒരിക്കലും തീവ്രവാദവും ഭീകരവാദവുമില്ല. അത് മനസ്സിലാക്കി തരാനാണ് ഈ സദസ്സ്, ഈ യാത്ര എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരൊറ്റ വാചകവും വെറുതെ ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുക. ഇസ്ലാം ലോകത്തോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ